ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെസിയാസ് ചാനൽ. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഈന്തപ്പഴം അച്ചാറാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ ഒക്കും. ഇത് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് 10 കിലോ ഈന്തപ്പഴമാണ് ചെയ്യുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ കഴുകിയിട്ടുണ്ട്. കഴുകി നമ്മൾ മുറ്റത്ത് പാവിരിച്ച് ഇതിലേക്ക് നമുക്ക് ഉണക്കാനിടാം. അപ്പോൾ ഈന്തപ്പഴം എല്ലാം നമ്മൾ കഴുകി വെയിലത്തിട്ട് അതിൻ്റെ ഉണങ്ങിയ ശേഷം ഞാൻ ഒരു കവറിലാക്കി വെച്ചു. അപ്പോൾ കവറിലാക്കിയ ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കുരു കളയണം. അത് ഞാനിപ്പം അതിൻ്റെ കുരു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഈന്തപ്പഴം എടുത്ത് ആ ഈന്തപ്പഴത്തിൻ്റെ നടുക്കൂടി ഇങ്ങനെ കീറുമ്പോൾ കുരു ഇങ്ങനെ വരും. ആ കുരു മാറ്റിയിട്ട് നമ്മളിത് ഇപ്പോൾ ഇത് രണ്ടായല്ലോ. അപ്പോൾ അതൊന്നുകൂടെ ഞാനിങ്ങനെ കട്ട് ചെയ്യും. അങ്ങനെ ഓരോ ഈന്തപ്പഴം നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എണ്ണ കൂടുതൽ ഒഴിക്കാറില്ല. എണ്ണ ഒഴിച്ചു. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായപ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. ഞാൻ ഈ 1/2 കിലോ വെളുത്തുള്ളി നടുവെ കീറിയാണ് ഇട്ടേക്കുന്നത്. ഇനി അത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കിലോ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർക്കാം. ചെറുതായി കൊത്തി അരിഞ്ഞ ഇഞ്ചിയാണ്. അപ്പം ഇഞ്ചി ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ 1/4 കിലോ പച്ചമുളക് നെടുകെ കീറിയത് അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നേരം ഇതിൻ്റെ പച്ച മണവും അതിൻ്റെ ചുവയൊക്കെ മാറിയ ശേഷം ചെറുതായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് മഞ്ഞൾ ചേർക്കാം. അത് നല്ലോണം ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് കായം പൊടിച്ചത് 1 സ്പൂൺ ചേർക്കാം. ഒരു 1.5 സ്പൂൺ ചേർക്കാം. കാരണം ഈന്തപ്പഴം 10 കിലോ ഈന്തപ്പഴമാണ്. അന്നേരം അതിനനുസരിച്ച് ചേർക്കണം. അപ്പോൾ 1.5 സ്പൂൺ കായം ചേർത്തു. 1 സ്പൂൺ ഉലുവ പൊടി ചേർത്തു. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി 1, 2, 3, 4, 5 സ്പൂൺ മുളക് പൊടി ചേർത്തു. ഉപ്പിട്ട് നമുക്ക് സമയത്ത് നമുക്ക് ഫ്ലെയിം കുറയ്ക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അതിൻ്റെ പൊടിയുടെ പച്ച ഇതൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ചെറിയ ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ആദ്യം അപ്പോൾ ആ ഗ്രേവിയൊക്കെ അതിനകത്ത് കിടന്ന് ആ പൊടി അതെല്ലാം കൂടെ കിടന്ന് ഒന്ന് വേവും. 3 പാത്രത്തിൽ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 3 കൂടെ നമുക്കൊരു 10 കിലോയുടെ അടുത്തുണ്ട്. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഇട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നമ്മൾ നല്ലോണം യോജിച്ച ശേഷം ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം.
ഒഴിച്ചു കൊടുത്തിട്ട് ഇത് വീണ്ടും നല്ലവണ്ണം ഇളക്കിയ ശേഷം നമുക്കൊന്ന് ചെറിയ ഫ്ലെയിം ആക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് നമ്മൾ നല്ലോണം ഇപ്പം കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സ്വല്പം ഉണക്കമുന്തിരിങ്ങ വറുത്തിടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ എൻ്റെ ഒരു സ്പെഷ്യലായിട്ട് ചേർക്കുന്നതാണ് ഉണക്കമുന്തിരിങ്ങ. അതുകൂടെ നമുക്ക് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈന്തപ്പഴ അച്ചാർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം എല്ലാം ഇളക്കി നല്ലവണ്ണം എല്ലാം ജോയിൻ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് ഇത് താത്തു വെക്കാം. കാരണം ഇനി ഇത് അടുപ്പ് വെച്ച് ഇതിൻ്റെ അടിവശത്ത് നമ്മൾ അടിയിൽ പിടിക്കും. അപ്പോൾ ഇത് ചൂടാറിക്കഴിയുമ്പോൾ നമുക്കിതെടുത്ത് ഓരോ ഭരണികളിലാക്കി നമുക്ക് വെക്കാം. ഭരണിയിലാക്കി വെക്കുന്നതിന് മുമ്പ് ഭരണിയുടെ അടിവശത്തും മേളിലും ഇത് ഇട്ട് കഴിഞ്ഞ് മേൽവശത്തും നമുക്ക് വിനാഗിരി ഒഴിക്കണം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ 10 കിലോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് എടുത്ത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് ഉപയോഗിക്കാം. നമ്മുടെ ഈന്തപ്പഴ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നല്ല ഗുണമുള്ളതുമാണ്. കുഞ്ഞുങ്ങൾക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്. നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. താങ്ക്